ഹലോ സുഹൃത്തുക്കളെ, ഹിന്ദി സീഖോ എന്ന ചാനലിൽ നാടോടി കഥകളുടെ ഹിന്ദി വിവർത്തനം എന്ന വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നാടോടി കഥകളുടെ ഹിന്ദി വിവർത്തന വീഡിയോ കണ്ടും കേട്ടും കുറെ ദിവസങ്ങളായെന്നാലും നിങ്ങളാരും മറന്നിട്ടില്ല എന്ന് കരുതുന്നു. സോ ഈ വീഡിയോയിൽ നമുക്കൊരു ചെറിയ സുന്ദരമായ കഥയെ ഹിന്ദിയിൽ എങ്ങനെയാണ് പറയേണ്ടതെന്ന് നോക്കാം. കഥകൾ കേൾക്കാൻ ഇഷ്ടമില്ലാത്തതായി ആരാണുണ്ടാവുക? എല്ലാവർക്കും കഥകൾ കേൾക്കാൻ ഇഷ്ടമുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ സമയം കളയാതെ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എന്താ, റെഡിയല്ലേ? ഒരിക്കൽ കാട്ടിലെ മൃഗങ്ങളെല്ലാം ഒരു മത്സരം നടത്താൻ തീരുമാനിച്ചു. മത്സരം എന്തൊക്കെയായിരിക്കുമെന്ന് അവർ ചർച്ച നടത്താൻ തുടങ്ങി. എന്തൊക്കെ മത്സരങ്ങളാണ്? അപ്പോൾ മുയൽ മറ്റു മൃഗങ്ങളോട് പറഞ്ഞു, നമുക്ക് ഒരു ഓട്ട മത്സരം നടത്താം. ഓട്ട മത്സരത്തിൽ ആർക്കും എന്നെ തോൽപ്പിക്കാനാവില്ല. മുയൽ ഒന്നും മിണ്ടാതിരിക്കുന്ന ആമയെ നോക്കി അതിനോട് പറഞ്ഞു, എന്നോടൊപ്പം ഒരു ഓട്ട മത്സരത്തിന്റെ വെല്ലുവിളി സ്വീകരിക്കാമോ? ആമ മത്സരങ്ങളൊന്നും ഇഷ്ടപ്പെട്ടിരുന്നില്ല എങ്കിലും മുയലിനോട് പറഞ്ഞു, ഞാൻ വെല്ലുവിളിയെ ഭയപ്പെടുന്നില്ല, ഞാൻ തയ്യാറാണ്. ഇപ്പോൾ എല്ലാ മൃഗങ്ങളും ഓട്ട മത്സരം കാണാൻ തയ്യാറായിരുന്നു. അടുത്ത ദിവസം തന്നെ ഓട്ടമത്സരത്തിനുള്ള സ്ഥലം തിരഞ്ഞെടുക്കപ്പെട്ടു. എല്ലാ മൃഗങ്ങളും ആമയുടെയും മുയലിന്റെയും ഓട്ടമത്സരം കാണാൻ വന്നെത്തി. മുയൽ ആത്മവിശ്വാസത്തോടെ ആമയോട് പറഞ്ഞു, ആമ ഇത്രമാത്രം പറഞ്ഞു. ശരി, നമുക്ക് മത്സരം തുടങ്ങാം. ഇപ്പോൾ ഓട്ടമത്സരം തുടങ്ങി. എല്ലാ മൃഗങ്ങളും ഓട്ടക്കാരെ പ്രോത്സാഹിപ്പിക്കാൻ തുടങ്ങി. മുയൽ വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. ആമയാകട്ടെ പതുക്കെ നടക്കാനും തുടങ്ങി. ഇതേ രീതിയിൽ കുറച്ചു സമയം പിന്നിട്ടു. പക്ഷേ കുറച്ചു സമയം കഴിഞ്ഞപ്പോഴേക്കും മുയൽ ഏകദേശം പാതി ദൂരം പിന്നിട്ടു. കൂടാതെ അത് ആമയെ നോക്കാനായി പിന്തിരിഞ്ഞു നോക്കി. ആമ വളരെ പിന്നിലാണുള്ളതെന്നും വളരെ പതുക്കെയാണുള്ളതെന്നും കണ്ട് അത് ചിന്തിച്ചു, അവൻ ശരിക്കും ഒരു സ്ലോ കോച്ചാണ്. അവൻ എത്തുന്നതിന് മുമ്പ് ഞാൻ കുറച്ച് വിശ്രമിക്കട്ടെ. മുയൽ ഉറങ്ങാൻ തുടങ്ങി. വളരെ പെട്ടെന്ന് അത് ഗാഢമായ നിദ്രയിലേക്ക് ആണ്ടുപോയി. ഈ സമയമെല്ലാം പ്രതീക്ഷ കൈവെടിയാതെ ആമ പതുക്കെ നടന്നുകൊണ്ടേയിരുന്നു. അധികം വൈകാതെ അത് ഉറങ്ങിക്കിടക്കുന്ന മുയലിനരികിലെത്തി. മുയൽ ഉറങ്ങുന്നത് കണ്ട് അത് ഒന്നും മിണ്ടാതെ മുയലിനെ കടന്നുപോയി. അധികം വൈകാതെ അത് തന്റെ ലക്ഷ്യത്തിൽ എത്തുകയും ചെയ്തു. മുയൽ പെട്ടെന്ന് എഴുന്നേറ്റ് അവിടെങ്ങും ആമയെ കാണാതെ അത് ഇനിയും വളരെ പിന്നിലാണ് ഉള്ളതെന്ന് വിചാരിച്ച് വളരെ വേഗത്തിൽ ഓടാൻ തുടങ്ങി. പക്ഷേ അത് തന്റെ ലക്ഷ്യത്തിൽ എത്തിയപ്പോഴേക്കും ആദ്യം തന്നെ ആമ ഫിനിഷിംഗ് പോയിന്റിൽ എത്തിയിരിക്കുന്നതായും എല്ലാ മൃഗങ്ങളും ആമയുടെ വിജയം ആഘോഷിക്കുന്നതായും കണ്ടു. ഒടുവിൽ നമ്മൾ നമ്മുടെ ശക്തിയിലും ബലത്തിലും അമിതമായി വിശ്വസിക്കുകയും അഹങ്കരിക്കുകയും ചെയ്യരുത് എന്നും മന്ദഗതിയും സ്ഥിരതയും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ഓട്ടത്തിൽ നമുക്ക് വിജയം പ്രാപിക്കാൻ കഴിയുകയുള്ളൂ എന്നുള്ള പാഠവും അത് മനസ്സിലാക്കി. ഇപ്പോൾ ഈ കൊച്ചു സുന്ദരമായ കഥയെ നമുക്ക് ഹിന്ദിയിൽ ഒന്ന് കേട്ടു നോക്കിയാലോ? എന്നാ തുടങ്ങാം. किसी समय सब जानवरों ने एक प्रतियोगिता आयोजित करने का निश्चय किया. सबने मिलकर प्रतियोगिता के बारे में चर्चा करना शुरू किया. कौन सी प्रतियोगिता? कौन भाग ले रहा? तब खरगोश ने दूसरे जानवरों से कहा, चलो एक दौड़ का आयोजन करें. मुझे कोई भी दौड़ में हरा नहीं सकता. खरगोश ने चुपचाप खड़े कछुए को देखा और कहा, अरे
कछुए, क्या तुम मेरे साथ दौड़ने की चुनौती स्वीकार कर सकते हो? यद्यपि कछुआ प्रतियोगिता न चाहता था, फिर भी उसने खरगोश से कहा, मैं चुनौती से नहीं डरता, मैं तैयार हूँ। अब सब जानवर दौड़ देखने को तैयार हो गए। अगले ही दिन दौड़ने का स्थान चुन लिया गया और सभी जानवर खरगोश और कछुए की दौड़ देखने के लिए आ गए। खरगोश बहुत आश्वस्त था। उसने कछुए की ओर देखा और कहा, अच्छा, कछुए, हारने के लिए तैयार रहो। कछुए ने बस इतना कहा। चलो हम दौड़ शुरू करें। अब दौड़ शुरू हो गई और सभी जानवर धावकों का उत्साह बढ़ाने लगे। खरगोश तेजी से दौड़ना आरंभ कर दिया, लेकिन कछुआ धीरे धीरे चलने लगा। कुछ देर तक इस प्रकार चलता रहा, लेकिन कुछ देर बाद खरगोश ने लगभग आधी दूरी तय कर ली और कछुए को देखने के लिए पीछे देखा। उसने देखा कि कछुआ बहुत पीछे था और बहुत धीमा था। उसने सोचा, ओह, सचमुच वह एक आलसी व सुस्त है। चलो, उसके पहुंचने के पहले मैं कुछ देर तक आराम कर लूं। खरगोश सोने लगा। बहुत जल्द वह गहरी नींद में चला गया। इन वक्तों में बिना उम्मीद खोए कछुआ धीरे धीरे चल रहा था। धीरे धीरे वह उस जगह पहुंचा जहां खरगोश गहरी नींद में था। उसने खरगोश को सोते हुए देखा और कुछ नहीं बोला, बल्कि चुपचाप चला गया। जल्द ही वह खरगोश के पास से गुजरा और धीरे धीरे अपने गंतव्य तक पहुंच गया। अचानक खरगोश नींद से जागा और कछुए को वहां नहीं पाया, तो उसने सोचा कि कछुआ अब तक पीछा ही है और उसने तेजी से दौड़ना शुरू किया। लेकिन जैसे ही वह लक्ष्य की ओर पहुंचा, उसने देखा कि कछुआ पहले ही अंतिम बिंदु पर पहुंच चुका था और सभी जानवर उसकी जीत की घोषणा कर रहे थे। अंततः उसने यह सबक सीखा कि हमें अपनी ताकत पर गर्व एवं अमित विश्वास नहीं होनी चाहिए और सिर्फ धीमापन एवं स्थिरता दोनों के होने से ही दौड़ में जीत हो सकती है। പ്രിയ സുഹൃത്തുക്കളെ, ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനപ്പെടുകയും ഇഷ്ടപ്പെടുകയും ചെയ്തെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോയിലൂടെ നമ്മൾ ഒരു കൊച്ചു സുന്ദരമായ കഥയെ ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്ന് കണ്ടു. അതോടൊപ്പം തന്നെ നമ്മുടെ ബലത്തിലും ശക്തിയിലും നമുക്ക് ഗർവത്തോടു കൂടിയ അമിതവിശ്വാസം ഉണ്ടാവുന്നത് നന്നല്ല എന്നും, മന്ദഗതിയായാലും അതോടൊപ്പം സ്ഥിരതയും ചേർന്നാലേ നമ്മുടെ ജീവിതമാകുന്ന ഓട്ടപ്പന്തയത്തിൽ വിജയം പ്രാപിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന പാഠവും ഈ കഥ നമുക്ക് ഓർമ്മപ്പെടുത്തി. ഒരു ക്രിയേറ്ററുടെ ശക്തി എന്ന് പറയുന്നത് പ്രേക്ഷകരായ നിങ്ങൾ തന്നെയാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൻ്റെ യാത്രയിൽ ഇതിനെ സപ്പോർട്ട് ചെയ്യുക. ഇതിൽ വരുന്ന വീഡിയോസ് എല്ലാം കാണുകയും ലൈക്കും ഷെയറും ചെയ്യുകയും വേണം കേട്ടോ. അതുമാത്രം പോരാ, പ്രയോജനമുള്ള വീഡിയോസ് ഉണ്ടാക്കാൻ സഹായിക്കുന്ന നിങ്ങളുടെ വിലയേറിയ ഫീഡ്ബാക്സും മറക്കാതെ നൽകണേ. അപ്പോൾ സുഹൃത്തുക്കളെ, ഇനിയും കൊച്ചു സുന്ദരമായ കഥകളെ ഹിന്ദിയിൽ എങ്ങനെ പറയാം എന്ന് മനസ്സിലാക്കാൻ അടുത്തു വരുന്ന നാടോടി കഥകളുടെ ഹിന്ദി വിവർത്തനം എന്ന വീഡിയോവിനായി കാത്തിരിക്കൂ. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബി സേഫ്. ഹിന്ദി സീഖോ എന്ന ചാനലിൻ്റെ നാടോടി കഥകളുടെ ഹിന്ദി വിവർത്തനം എന്ന വീഡിയോയിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നത് നിങ്ങളുടെ സീതാ സുന്ദർ.